മക്കളെ, പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി തന്ന ഈ അത്ഭുത പ്രാർത്ഥന മുഴുവനായിട്ട് പങ്കുചേരുക. കാരണം പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ഈ പ്രാർത്ഥന നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് പരിശുദ്ധി അമ്മ മാതാവ് നിങ്ങളെ സ്വന്തം മക്കളായിട്ട് തിരഞ്ഞെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ്. അതിനാൽ തന്നെ നിങ്ങൾ ചാനലിൽ കയറി ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്ത് ഇന്ന് വൈകിട്ട് 7:30 പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ അതീവ ഭക്തിയോടുകൂടെ തന്നെ നിങ്ങൾ പങ്കുചേർന്ന് നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ നിങ്ങൾ പരിശുദ്ധി അമ്മ മാതാവിനോട് നേരിട്ട് സമർപ്പിക്കുക. അപ്പോൾ നിങ്ങൾ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീരുകയാണ് ചെയ്യുന്നത്. അനേകം മക്കളാണ് പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇത്തരത്തിൽ സ്വന്തം മക്കളായി തീർന്നുകൊണ്ട് ലൈവിൽ പങ്കെടുത്ത് അവരുടെ ആവശ്യങ്ങൾ പരിശുദ്ധി അമ്മ മാതാവിനോട് സമർപ്പിച്ച് അവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ പരിശുദ്ധി അമ്മ മാതാവ് നടത്തി കൊടുക്കുന്നത്. അതിനാൽ തന്നെ മക്കളെ, നിങ്ങളും പരിശുദ്ധി അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീരുക. അതിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധി അമ്മ മാതാവ് നിങ്ങളെ സ്വന്തം മക്കളായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എല്ലാവരും ഇന്നത്തെ ലൈവിൽ നിർബന്ധമായിട്ട് പങ്കുചേരണം. കാരണം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധി അമ്മ മാതാവ് തിരഞ്ഞെടുത്ത 30 അനുഗ്രഹിക്കപ്പെട്ട അച്ഛന്മാർ വിവിധ പള്ളികളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനാൽ തന്നെ നിർബന്ധമായിട്ടും ഇന്നത്തെ ലൈവിൽ നിങ്ങൾ പങ്കുചേരുക. ഈ അത്ഭുത പ്രാർത്ഥന നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവാനായിട്ടാണ്. അതിനാൽ തന്നെ പരിശുദ്ധി അമ്മ മാതാവിനെ നിങ്ങൾ കൈവിടാതിരിക്കുക. ഈ ലോകമുണ്ടായിട്ട് പരിശുദ്ധി അമ്മ മാതാവ് ഇത്തരത്തിലൊരു കാര്യം ഇതുവരെ ചെയ്തിട്ടില്ല. പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്, എൻ്റെ സ്വന്തം മക്കളാക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ മക്കളെ തിരഞ്ഞെടുത്തപ്പോൾ എൻ്റെ സ്വന്തം മക്കളായി തീരുന്നവർക്ക് മാത്രമാണ് എന്നോട് സ്നേഹമെന്നും ഈശോയോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നും. അതിനാൽ തന്നെ മക്കളെ, നിങ്ങൾ ഈ ഒരു കാര്യം പരിശുദ്ധി അമ്മ മാതാവിൽ നിന്ന് ലഭിച്ച ഈ ഒരു കാര്യം നിങ്ങൾ നിരസിക്കരുത്. അമ്മ മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിശുദ്ധി അമ്മ മാതാവ് എടുത്തു നീക്കുവാനായിട്ടാണ് പരിശുദ്ധി അമ്മ മാതാവ് സ്വന്തം മക്കളായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ മറ്റൊരു കാര്യമാണ്, എൻ്റെ സ്വന്തം മക്കളായി തീർന്ന മക്കളെ ഞാൻ ഒരു കാലത്ത് കൈവിടില്ല എന്നും ഈ ലോകത്തും ഈ ലോക ജീവിതത്തിന് ശേഷവും ഞാൻ ആ മക്കളെ ചേർത്ത് പിടിക്കുമെന്നും പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്. അമ്മേ മാതാവേ, ഈ മക്കൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ മക്കളെ പരിശുദ്ധി അമ്മ മാതാവ് സ്വന്തം മക്കളായി തിരഞ്ഞെടുത്തതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ മക്കളെ, ഞാൻ പറയുന്ന സമയത്ത് ഈ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ സമർപ്പിക്കുക. അതുപോലെ തന്നെ ഈ അത്ഭുത പ്രാർത്ഥന നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പരിശുദ്ധി അമ്മേ മാതാവേ, ഈ മക്കൾ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കളാണ്. സാമ്പത്തികപരമായിട്ട് മൊത്തത്തിൽ തകർന്നു നിൽക്കുന്ന മക്കളാണ്. ഈ മക്കൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും ഈ മക്കളുടെ ജീവിതത്തിൽ നടക്കുന്നില്ല. പരിശുദ്ധി അമ്മേ മാതാവേ, ഈ മക്കളുടെ സാമ്പത്തികത്തിൽ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. ഈ മക്കളെ സമ്പന്നതയിലേക്ക് ഉയർത്തുവാൻ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. സമ്പത്തിൻ്റെ പേരിൽ ഈ മക്കൾ മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തിയെങ്കിൽ, മാറ്റി നിർത്തിയെങ്കിൽ പരിശുദ്ധി അമ്മേ മാതാവേ, അവരുടെയൊക്കെ മുന്നിൽ ഈ മക്കളെ ഏറ്റവും സമ്പന്ന ഭവനമാക്കി പരിശുദ്ധി അമ്മ മാതാവ് ഉയർത്തണമേ. പരിശുദ്ധി അമ്മേ മാതാവേ, കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. പരിശുദ്ധി അമ്മേ മാതാവേ, കടബാധ്യത പൂർണ്ണമായിട്ടും എത്രയാണെങ്കിലും അതെടുത്തു നീക്കുവാൻ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ അത്ഭുതമുണ്ടാവണമേ. പരിശുദ്ധി അമ്മ മാതാവ് അനേക മക്കളെയാണല്ലോ പരിശുദ്ധി അമ്മ മാതാവ് ഇത്തരത്തിൽ അത്ഭുതത്തിലൂടെ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ കടബാധ്യതയും എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എടുത്തു നീക്കുന്നത്. അത്തരത്തിലുള്ള അത്ഭുതം ഈ മക്കളിൽ നടത്തണമേ. പരിശുദ്ധി അമ്മേ മാതാവേ, കടബാധ്യത എത്രയാണെങ്കിലും അതെല്ലാം എടുത്തു നീക്കണമേ. ഇനി ഒരിക്കലും കടബാധ്യതയിലൂടെ കടന്നു പോകാനായിട്ട് ഈ മക്കളുടെ ജീവിത സാഹചര്യം പരിശുദ്ധി അമ്മ മാതാവ് അത്തരത്തിലൊരുക്കരുതേ. അമ്മ മാതാവ് ഈ മക്കളുടെ ജീവിതം എപ്പോഴും ഉന്നതിയിലേക്ക് ഉയർത്തിക്കൊണ്ട് പോകണമേ. ഈ മക്കൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക സ്ഥിതിയിൽ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് ഈ മക്കൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധ്യമാക്കി കൊടുക്കണമേ. ഈ മക്കളുടെ കുടുംബത്തിലുള്ള എല്ലാ പൈശാചിക ബന്ധനങ്ങളും പരിശുദ്ധി അമ്മ മാതാവ് ഈ നിമിഷം എടുത്തു നീക്കണമേ. അമ്മ മാതാവ് ഈ മക്കളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. ഈ മക്കളെ പരിശുദ്ധി അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മേ മാതാവേ, ഈ മക്കൾക്ക് ജോലിയില്ലാത്ത മക്കളെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇല്ലെങ്കിൽ ഈ മക്കൾ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളെ പരിശുദ്ധി അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ജോലി ആഗ്രഹിക്കുന്ന ഏത് ജോലിയാണോ ഈ മക്കൾ ആഗ്രഹിക്കുന്നത്, ആ ജോലി ഈ മക്കൾക്ക് ലഭിക്കുവാനായിട്ട് പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. ഈ മക്കളെ പരിശുദ്ധി അമ്മ മാതാവ് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മക്കളുടെ ജോലി സാഹചര്യങ്ങളിലെല്ലാം തന്നെ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെയോ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയോ ഈ മക്കൾ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഈ മക്കൾക്ക് ഒരു വേദനയും ഉണ്ടാവാതിരിക്കുവാൻ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. അമ്മേ മാതാവ്, ഈ മക്കൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ഉയർന്ന ശമ്പളത്തോടു കൂടി ഈ മക്കൾക്ക് ജോലി ലഭിക്കുവാൻ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. ഈ മക്കളെ പരിശുദ്ധി അമ്മ മാതാവ് കരുതുന്നതിനെ ഓർത്ത് നമ്മുടെ നന്ദി പറയുവാണ്. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മേ മാതാവേ, ഈ മക്കൾ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ എത്രത്തോളമാണെങ്കിൽ പോലും പരിശുദ്ധി അമ്മേ മാതാവേ, അമ്മയുടെ പ്രശംസാൽ ഈ മക്കൾക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കുന്നതിനെ ഓർത്ത് നമ്മുടെ നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ മക്കളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്, എൻ്റെ അത്ഭുത പ്രാർത്ഥനയിലും എൻ്റെ ലൈവിലും പങ്കെടുക്കുന്ന മക്കൾ എൻ്റെ സ്വന്തം മക്കളായി തീരുന്ന മക്കളെ അവരാഗ്രഹിക്കുന്ന ജോലി ആ മക്കൾക്ക് നൽകുമെന്ന് പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്. അത് പരിശുദ്ധി അമ്മ മാതാവ് നൽകുന്നതിനെ ഓർത്ത് ഞാൻ അവിടെ നന്ദി പറയുവാണ്. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മേ മാതാവേ, ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കളും എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കളും
അത്തരത്തിൽ ജോലി സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യത്തിലാണെങ്കിലും പരിശുദ്ധി അമ്മ മാതാവേ, ആ മക്കളെ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അമ്മ മാതാവിൻ്റെ പ്രസൻസ് ആ മക്കളോടൊപ്പം ഉണ്ടായിക്കൊണ്ട് ആ മക്കൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് 100% സക്സസ്സായി മാറുവാൻ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ബിസിനസ്സിൽ കൂടുതൽ ഉയർച്ചകൾ ലഭിക്കുവാനായിട്ട് പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. ആ മക്കളെ പൂർണ്ണമായിട്ട് വിജയിപ്പിക്കണമേ. പരിശുദ്ധി അമ്മ മാതാവേ, ആ മക്കളുടെ ബിസിനസ്സുകൾ പൂർണ്ണമായിട്ടും ഗ്രോ ചെയ്യുവാനായിട്ട് പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കളും വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന മക്കളും അവരെല്ലാവരെയും പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ. ആ മക്കളെല്ലാവരും പരിശുദ്ധി അമ്മയോടുകൂടെ എല്ലാ ദിവസത്തെ ലൈവിലും പങ്കുചേർന്ന് അമ്മയിലേക്ക് ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെ ഒരാപത്തും കൂടാതെ ഒരപകടവും കൂടാതെ പരിശുദ്ധി അമ്മ മാതാവ് ഇരുകരകളിൽ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് സംരക്ഷിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മ മാതാവ് ഈ മക്കളെ ഈ പ്രാർത്ഥനയിലൂടെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നമ്മൾ നന്ദി പറയുവാണ്. അതുപോലെ തന്നെ രോഗ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. പരിശുദ്ധി അമ്മ മാതാവേ, അവരുടെ രോഗ സാഹചര്യങ്ങൾ എത്രത്തോളമാണെങ്കിലും രോഗാവസ്ഥ എത്രത്തോളമാണെങ്കിലും അതെല്ലാം പൂർണ്ണമായിട്ടും അവരുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുവാനായിട്ട് പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. പൂർണ്ണ ആരോഗ്യം ഈ മക്കൾക്ക് നൽകണമേ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവേ, ഒരു തരത്തിലുള്ള രോഗങ്ങളോ ഒരു തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളോ ഇനി വരും ദിവസങ്ങളിൽ പിടിക്കാതിരിക്കുവാൻ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. ജന്മനായ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധി അമ്മ മാതാവേ, അവരുടെ കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടായിക്കൊണ്ട് ആ മക്കൾക്ക് സൗഖ്യം നൽകണമേ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. ഈ മക്കളെ കരുതുന്നതിനെ ഓർത്ത് നമ്മൾ നന്ദി പറയുവാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ വിവാഹം നടക്കുവാനായിട്ടോ വിവാഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അതെല്ലാം തന്നെ പരിശുദ്ധി അമ്മ മാതാവ് എടുത്തു നീക്കണമേ. അമ്മ മാതാവ് ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ മക്കളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കണമേ. മക്കളില്ലാത്ത ദമ്പതികൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. പരിശുദ്ധി അമ്മ മാതാവ് അവരുടെ കാര്യത്തിൽ അമ്മ മാതാവ് അത്ഭുതം നടത്തണമേ. അമ്മ മാതാവ് ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. ഈ മക്കളെല്ലാവരെയും പരിശുദ്ധി അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മേ മാതാവ് ഈ മക്കളിൽ അത്ഭുതം നടത്തണമേ. ഈ മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനം നിറയ്ക്കണമേ. പൈശാചിക ബന്ധനങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ കുടുംബങ്ങളിലുണ്ടെങ്കിൽ പരിശുദ്ധി അമ്മ മാതാവേ, ആ പൈശാചിക ബന്ധനമെല്ലാം തന്നെ ഈ നിമിഷം പൊട്ടിപ്പോട്ടെ. പരിശുദ്ധി അമ്മ മാതാവേ, ഇപ്പോൾ ഈ മക്കൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ആവശ്യം അമ്മയുടെ പക്കലേക്ക് എത്തി അമ്മ അതിലിടപെടണമേ. അതുപോലെ തന്നെ ഈ മക്കളെല്ലാവരും പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളും പരിശുദ്ധി അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീരുന്നതാണ്. അതിനായിട്ട് ഈ മക്കളെല്ലാവരും ലൈവിൽ പങ്കെടുക്കുന്നതാണ്, എല്ലാവരും ജോയിൻ ചെയ്യുന്നതാണ്. പരിശുദ്ധി അമ്മ മാതാവിലേക്ക് ഇപ്പോൾ ഈ മക്കൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ആവശ്യം അമ്മയുടെ പക്കലേക്ക് എത്തിക്കൊണ്ട് അതിൽ അത്ഭുതം നടത്തണമേ. നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുക. പരിശുദ്ധി അമ്മ മാതാവ് ഇപ്പോൾ ഈ മക്കൾ സമർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥന ആവശ്യം അമ്മയുടെ പക്കലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. അതിൽ പരിശുദ്ധി അമ്മ മാതാവ് അത്ഭുതം നടത്തുന്നതിനെ ഓർത്ത് നമ്മുടെ നന്ദി പറയുവാണ്. ഈ മക്കളെ പരിശുദ്ധി അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. എത്രയോ വലിയ സ്നേഹമാണ് ഈ മക്കളോട് പരിശുദ്ധി അമ്മ മാതാവ് കാണിക്കുന്നത്. പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്, എൻ്റെ സ്വന്തം മക്കളായി തീരുന്ന മക്കളെ ഞാൻ എപ്പോഴും സംരക്ഷിക്കുമെന്നും ആ മക്കളെ എക്കാലവും ചേർത്ത് പിടിക്കുമെന്നും ആ മക്കളെ മാത്രമാണ് ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്നും പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ. അമ്മ മാതാവ് ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ കുടുംബങ്ങളെ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അതിലേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോകണമേ. സന്തോഷ സമാധാനം അവിടെ നിറയ്ക്കണമേ. സാമ്പത്തിക ഉയർച്ചകൾ ഭവനത്തിൽ നൽകണമേ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവേ, ഈ ചാനലിലെ പ്രാർത്ഥനകളെല്ലാം മറ്റു മക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന മക്കളെ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആ മക്കളെ പരിശുദ്ധി അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. ആ മക്കളെ അമ്മ മാതാവ് കരുതണമേ. അതുപോലെ തന്നെ ഈ ചാനലിലെ പ്രാർത്ഥനകൾക്കെല്ലാം ആവശ്യങ്ങൾ കമൻറ്റായിട്ട് ഇടുന്ന മക്കളുടെ ആവശ്യങ്ങളും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവരെയും പരിശുദ്ധി അമ്മ മാതാവ് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മക്കളെ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അമ്മ മാതാവിൻ്റെ പ്രത്യേക കൃപയും ഇടപെടലും ഈ മക്കളുടെ കാര്യത്തിലുണ്ടാവുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. ഈ മക്കളെ പരിശുദ്ധി അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. മക്കളെ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.